Now we are going live. हमारे बंदरगाह तक पहुंच रही है और बंबई हमारे हाथ से निकल रही है। He is the biggest criminal. He is the biggest businessman. This is the biggest national issue. ഡിസംബർ 26 മുംബൈയിലെ തിരക്കേറിയ ചേരി പ്രദേശമായ ഡോങ്ക്രിയിൽ ആണ് ദാവൂദ് ഇബ്രാഹിം കസ്കർ ജനിച്ചത്. ഡോങ്കി കള്ളക്കടത്തിനും നിയമലംഘനങ്ങൾക്കും പേരുകേട്ട ഇടമായിരുന്നു. അവിടെയാണ് നിയമത്തിന്റെ സംരക്ഷണത്തിന്റെ തണലിൽ അവൻ വളർന്നത്. അവന്റെ അച്ഛൻ ഇബ്രാഹിം കസ്കർ മുംബൈ പോലീസിലെ ഹെഡ് കോൺസ്റ്റബിൾ. സത്യസന്ധനും കർശനക്കാരനുമായിരുന്ന അദ്ദേഹത്തിന്റെ വരുമാനം ഡോങ്കിയിലെ ഉയർന്ന ജീവിത ചെലവിന് തികയാതെ വന്നു. 6 ആൺമക്കളും 5 പെൺമക്കളും അടങ്ങുന്ന 11 മക്കളുള്ള ആ വലിയ കുടുംബം സാമ്പത്തികമായി കഷ്ടപ്പെട്ടു. ഈ 7 ആൺമക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു ദാവൂദ്. പക്ഷേ ഈ താഴ്ന്ന ഇടത്തരം കുടുംബത്തെ തകർത്തെറിഞ്ഞ ഒരു വഴിത്തിരിവുണ്ടായി. ജോലിയിലെ ചില പ്രശ്നങ്ങളെ തുടർന്ന് ഇബ്രാഹിം കസ്കറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതോടെ പോലീസുകാരന്റെ കുടുംബത്തിന് സമൂഹത്തിൽ ലഭിച്ചിരുന്ന ബഹുമാനം ഇല്ലാതെയായി. വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അവസ്ഥ വന്നു. ഈ സാമ്പത്തിക സാമൂഹിക തകർച്ച ദാവൂദിനെ മാനസികമായി തളർത്തി. അച്ഛന്റെ യൂണിഫോമിന് തെരുവിൽ വിലയില്ലാതായപ്പോൾ ദാവൂദിന്റെ ചിന്താഗതി മാറി. അവൻ കൗമാരത്തിന്റെ തുടക്കത്തിൽ തന്നെ പഠനം ഉപേക്ഷിച്ചു. സ്കൂളിലെ ചട്ടങ്ങളെക്കാൾ ഡോങ്കിയിലെ ക്രിമിനൽ കൂട്ടായ്മകളാണ് തന്റെ ഭാവി നിർണയിക്കുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. വീട്ടിലെ ദാരിദ്ര്യത്തിന് കാരണം പിതാവിന്റെ സത്യസന്ധതയും നിയമത്തോടുള്ള കൂറുമാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. പിതാവിന്റെ പോലീസ് അധികാരം തെരുവിലെ ദാരിദ്ര്യത്തിന് മുന്നിൽ വിലയില്ലാതായപ്പോൾ ദാവൂദിന്റെ കണ്ണുകൾ തുറന്നു. നിയമത്തിന്റെ കൈകളെക്കാൾ വേഗത്തിൽ പണം സമ്പാദിക്കാൻ ക്രിമിനൽ ലോകത്തിന് കഴിയുമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവ് ഒരു പ്രതികാരമായി മാറി. അവിടെ മുതൽ ദാവൂദ് കേവലം ഒരു തെരുവ് ഗുണ്ടയായിരുന്നില്ല. അവൻ അധോലോകത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പഠിക്കാൻ തുടങ്ങി. ചെറിയ വഴക്കുകൾ പോലും അവൻ വലിയ അധികാര സ്ഥാപനത്തിനുള്ള അവസരമായി മാറ്റി. കൂട്ടുകാരെയും സഹോദരങ്ങളെയും കൂടെ നിർത്തി ഭയത്തിലൂടെയും വ്യക്തിപരമായ വിശ്വസ്തതയിലൂടെയും ഒരു ചെറിയ സേനയെ അവൻ കെട്ടിപ്പടുത്തു. വെറും കൈക്കരുത്തായിരുന്നില്ല, തെറ്റായ വഴിക്ക് പണം നേടാനുള്ള തന്റെ കൗശലവും തന്റെ തന്ത്രശാലിയായ ബുദ്ധിയുമാണ് യഥാർത്ഥ അധികാരമെന്ന് അവൻ തെളിയിച്ചു. ഡോങ്കിയിലെ പോലീസ് രാജിന് പകരം ദാവൂദ് രാജ് എന്ന പുതിയ യുഗം അവൻ ആരംഭിച്ചു. ഇനി അധികാരം യൂണിഫോമിനല്ല, കൈകളിലെ വാളിനാണ്. ഈ തെരുവിലെ രാജാവ് ഞാനായിരിക്കും. നിയമത്തിന്റെ അഭാവത്തിൽ ഡോങ്കിയിൽ തെരുവുകൾ ഒരു ക്രിമിനൽ പാഠശാലയായി. കള്ളക്കടത്തുകൾ, കള്ളവാറ്റുകൾ, തെരുവു ഗുണ്ടകൾ എന്നിവർ വിലസിയിരുന്ന ആ ലോകത്ത് ദാവൂദ് അതിവേഗം പാഠങ്ങൾ പഠിച്ചു. സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ അവന് വഴി കാണിക്കാൻ തെറ്റായ കൂട്ടുകെട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ചെറിയ പോക്കറ്റടി കേസുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലെ ചെറിയ മോഷണങ്ങളിലുമായിരുന്നു തുടക്കം. എന്നാൽ
താമസിയാതെ പോർട്ട് കണക്ഷനുകൾ വഴി വാച്ചുകൾ, ഇലക്ട്രോണിക്സ് പോലുള്ള ചെറിയ സാധനങ്ങൾ കള്ളക്കടത്ത് നടത്താനും ചീട്ടുകളിയും വാതുവെപ്പുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും അവൻ പങ്കാളിയായി. ഈ സമയത്താണ് അവൻ ഹാജി മസ്താന്റെ സ്വാധീന മേഖലയിലുള്ള ഒരു പ്രാദേശിക തെരുവ് സംഘത്തിൽ ചേരുന്നത്. അക്കാലത്ത് മുംബൈയിലെ ഏറ്റവും വലിയ കള്ളക്കടത്തുകാരനായിരുന്നു ഹാജി മസ്താൻ. ആദ്യമൊക്കെ ചെറിയ ദൂതനായി പ്രവർത്തിച്ച ദാവൂദ് ബൈക്കുകളിലെ തെരുവ് ഗുണ്ടാ സംഘങ്ങളുമായി ചേർന്ന് തന്റെ പ്രാദേശിക ശക്തി വർദ്ധിപ്പിച്ചു. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ഭയമില്ലാത്തവനായും ആക്രമണകാരിയായും ദാവൂദ് അറിയപ്പെട്ടു. തെരുവ് യുദ്ധങ്ങൾ, കത്തിക്കുത്തുകൾ, ഭീഷണിപ്പെടുത്തലുകൾ എന്നിവ പതിവായി. കടയുടമകളിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും ഹഫ്ത അഥവാ സംരക്ഷണ പണം പിരിക്കാൻ തുടങ്ങി. ഭയം ഒരു ടൂളായി ഉപയോഗിക്കാൻ അവൻ പഠിച്ചു. 18 വയസ്സ് തികയും മുമ്പേ ചെറിയ കേസുകളിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങേണ്ടി വന്നു. ഇതവനെ തളർത്തിയില്ല, മറിച്ച് തെരുവിന്റെ പോരാട്ട നിയമങ്ങൾ പഠിപ്പിച്ചു. മുംബൈ പോലീസ് രേഖകളിൽ ദാവൂദിനെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ക്രിമിനൽ എന്ന പട്ടികയിൽ ചേർത്തു. ഇക്കാലത്താണ് തന്റെ ഭാവിയിലെ ഏറ്റവും വലിയ ശത്രുക്കളായ അഫ്ഗാൻ വംശജരായ കരീം ലാല എന്ന ഡോൺ നയിച്ചിരുന്ന പഠാൻ ഗ്യാങ്ങുകളുമായിട്ടുള്ള ആദ്യ ഏറ്റുമുട്ടലുകൾ നടന്നത്. ഡോങ്ക്രിയിലും നാഗ്പാഡയിലും തങ്ങളുടെ നിയന്ത്രണത്തിനായി നടന്ന ഈ സംഘർഷങ്ങൾ ദാവൂദിന് തന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ അവസരം നൽകി. ഈ തെരുവ് പോരാട്ടങ്ങളിൽ നിന്ന് ദാവൂദ് കേവലം ഒരു ഗുണ്ട എന്ന നിലയിൽ നിന്ന് തന്ത്രശാലിയായ ക്രിമിനൽ നേതാവായി വളർന്നു. സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിലും ദീർഘകാല തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും അവൻ വൈദഗ്ധ്യം നേടി. പ്രതികാര മനോഭാവവും സംഘാംഗങ്ങളോടുള്ള കൂറും ദാവൂദിന്റെ വ്യക്തിമുദ്രയായി മാറി. തെരുവ് യുദ്ധത്തിൽ തന്റെ കഴിവ് തെളിയിച്ച ദാവൂദിന് ഇനി വേണ്ടത് സാമ്പത്തിക അടിത്തറയും ഒരു കോർപ്പറേറ്റ് ഘടനയുമാണ്. അവിടെയാണ് അവന്റെ ജ്യേഷ്ഠൻ ഷബീർ ഇബ്രാഹിം കസ്കർ രംഗപ്രവേശനം ചെയ്യുന്നത്. ഷബീർ ദാവൂദിനേക്കാൾ തണുപ്പൻ സ്വഭാവക്കാരനും തന്ത്രശാലിയും അച്ചടക്കമുള്ളവനും ആയിരുന്നു. ദാവൂദിന്റെ എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങളിലും പ്രധാന ഉപദേഷ്ടാവായും വലത് കൈയായും ഷബീർ പ്രവർത്തിച്ചു. ഷബീറിന്റെ ബിസിനസ് ബുദ്ധിയും ദാവൂദിന്റെ തെരുവിലെ ഭയമില്ലാത്ത നേതൃത്വവും ചേർന്നപ്പോൾ മുംബൈ അധോലോകം അതുവരെ കാണാത്ത ഒരു പുതിയ ശക്തി പിറന്നു. പഠാൻ ഗ്യാങ്, അമർ നായിക് ഗ്യാങ് പോലുള്ള എതിരാളികൾ വളരുന്ന സാഹചര്യത്തിൽ സംരക്ഷണത്തിനും ശക്തിക്കും വേണ്ടി ഒരു സംഘടിത ക്രിമിനൽ കോർപ്പറേഷൻ അനിവാര്യമായി. അവർ ഒരുമിച്ചു 1980കളുടെ തുടക്കത്തിൽ ഒരു സംഘത്തെ സ്ഥാപിച്ചു. ഡി കമ്പനി എന്ന പേര് അങ്ങനെയാണ് പിറന്നത്. ഡി കമ്പനി സ്വർണം, വെള്ളി എന്നിവയുടെ കള്ളക്കടത്ത് ശൃംഖലകളും ഹവാല ഇടപാടുകളും വിപുലീകരിച്ചു. സംഘത്തിന് ഒരു പ്രൊഫഷണൽ ഘടന കൊണ്ടുവന്നത് ഷബീറാണ്. കള്ളക്കടത്ത്, ഭീഷണിപ്പെടുത്തൽ, ധനകാര്യം, നിർവഹണം എന്നിങ്ങനെ അവർ കമ്പനിയെ പല ഭാഗങ്ങളായി വിഭജിച്ചു. ദുബായിലും കറാച്ചിയിലും ഗൾഫ് രാജ്യങ്ങളിലും ബന്ധങ്ങൾ സ്ഥാപിച്ചു. റിയൽ എസ്റ്റേറ്റ്, ഹോട്ടലുകൾ എന്നിവയിലൂടെ കള്ളപ്പണം വെളുപ്പിക്കാൻ തുടങ്ങി. ഇതോടെ ഡി കമ്പനി പെട്ടെന്ന് പണവും സ്വാധീനവും വർദ്ധിപ്പിച്ചു. ശരത് ഷെട്ടി, ചോട്ടാ ഷക്കീർ, ടൈഗർ മേമൻ തുടങ്ങിയ വിശ്വസ്തരും കഴിവുള്ളവരുമായ അനുയായികളെ അവർ റിക്രൂട്ട് ചെയ്തു. സ്വർണ്ണക്കടത്തിൽ നിന്ന് മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയിലേക്ക് ബിസിനസ് വളർന്നു. ശക്തരായ വ്യവസായികളുടെയും രാഷ്ട്രീയക്കാരുടെയും പിന്തുണ ഡി കമ്പനിക്ക് ലഭിച്ചു. പോലീസ് കൈക്കൂലിക്കും ഭീഷണിക്കും അടിപ്പെട്ടു. അതോടെ ദാവൂദ് മുംബൈ അധോലോകത്തിന്റെ യഥാർത്ഥ ഡോൺ പദവിയിലേക്ക് ചുവടുവെച്ചു. പോലീസ് ഹെഡ് കോൺസ്റ്റബിളിന്റെ മകൻ നഗരത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘമായി വളർന്നു എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. അവർക്കെതിരെ കേസുകൾ പെരുകി. എന്നാൽ ദാവൂദിനെ തൊടാൻ ആർക്കും കഴിഞ്ഞില്ല. കാരണം അവരോട് മുട്ടാൻ ഇനി ബാക്കിയുള്ളത് മുംബൈയിലെ ഏറ്റവും പഴയതും ക്രൂരവുമായ സംഘമാണ്, പഠാൻ ഗ്യാങ്. അതെ, നിയമത്തെ വെല്ലുവിളിച്ച് മുംബൈ അധോലോകത്തിൽ വിറപ്പിച്ച ഡി കമ്പനിക്ക് ഇനി വേണ്ടത് പഴയ അധികാരത്തെ തൂത്തെറിയുകയായിരുന്നു. മുതിർന്ന ഡോണായിരുന്ന കരീം ലാല നയിച്ച പഠാൻ ഗ്യാങ് ആയിരുന്നു അവരുടെ വഴിയിലെ ഏറ്റവും വലിയ തടസ്സം. കരീം ലാല, സമദ് ഖാൻ,
അമീർസാദ എന്നിവരായിരുന്നു പ്രധാന നേതാക്കൾ. അഫ്ഗാൻ വംശജരുടെ ഈ സംഘം ദാവൂദിന്റെ യുവസംഘത്തെക്കാൾ ശക്തരും ക്രൂരരും കായിക ബലം കൂടുതലുമുള്ളവരുമായിരുന്നു. ഡോങ്ക്രി, നാഗ്പാഡ, ബേണ്ടി ബസാർ തുടങ്ങിയ പ്രധാന പ്രദേശങ്ങളിലെ കള്ളക്കടത്തിന്റെയും ഹഫ്ത പിരിവിന്റെയും നിയന്ത്രണം പഠാന്മാരുടെ കൈവശമായിരുന്നു. ദാവൂദിന്റെ വളർച്ച അവരുടെ അധികാരത്തിന് നേരെയുള്ള നേരിട്ടുള്ള ഭീഷണിയായി കണ്ടു അവർ. അങ്ങനെ കള്ളക്കടത്ത് വഴികളെയും ഹഫ്ത അഥവാ സംരക്ഷണ പണം പിരിക്കുന്നതിലെ തർക്കങ്ങളെയും ചൊല്ലിയുണ്ടായിരുന്ന ആദ്യത്തെ കലഹങ്ങൾ ചെറിയ വഴക്കുകൾ പെട്ടെന്ന് തെരുവ് യുദ്ധങ്ങളായും വെടിവെപ്പുകളായും മാറി. കരീംലാലയുടെ പരമാധികാരത്തിന് മുമ്പില് തലകുനിക്കാൻ ദാവൂദും ഷബീറും വിസമ്മതിച്ചു. ഡി കമ്പനിയുടെ യുവ അംഗങ്ങൾ പഠാൻ സംഘത്തിന്റെ ബിസിനസ് സ്ഥാപനങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. പഠാൻ ഗ്യാങ്ങിന്റെ ശക്തിക്ക് മുമ്പിൽ ദാവൂദിന്റെ ആളുകൾക്ക് ധാരാളം പരിക്ക് പറ്റി. അങ്ങനെ സംഘർഷം വ്യക്തിപരമായ പ്രതികാരത്തിലേക്ക് വഴിമാറി. ഒരു ഡി കമ്പനി അംഗത്തെ പഠാന്മാർ ക്രൂരമായി മർദ്ദിച്ചതായിരുന്നു പ്രധാന കാരണം. അതിന് പകരമായി ദാവൂദ് നടത്തിയ ക്രൂരമായ പ്രതികാരം മുംബൈ അധോലോകത്തെ പോൽ ഞെട്ടിച്ചു. ഇരുപക്ഷവും ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങളും തിരിച്ചടികളും തുടങ്ങി. പോലീസ് ആക്രമണം നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും ഭയവും കൈക്കൂലിയും കാരണം പല ഉദ്യോഗസ്ഥരും നിശബ്ദരായി. ദാവൂദ് ഒരു പാഠം പഠിച്ചു. തെരുവ് ശക്തി മാത്രം പോരാ, ക്രൂരമായ തന്ത്രങ്ങളും ആവശ്യമാണ്. ഡി കമ്പനിയെ തകർക്കാൻ പഠാൻ ഗ്യാങ് ലക്ഷ്യമിട്ടു. എന്നാൽ അവർ ദാവൂദിനെയോ അവന്റെ അനുയായികളെ ആയിരുന്നില്ല തിരഞ്ഞെടുത്തത്. പകരം ഡി കമ്പനിയുടെ ബുദ്ധി കേന്ദ്രവും സാമ്പത്തിക ശക്തിയുമായിരുന്ന ഷബീർ ഇബ്രാഹിം കസ്കറിനെയാണ് പഠാൻ ഗ്യാങ് ലക്ഷ്യമിട്ടത്. ഈ സംഘർഷം മുംബൈ അധോലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ രക്തച്ചൊരിച്ചിലിന് വഴി തുറക്കുകയായിരുന്നു. മുംബൈയിലെ JJ ഹോസ്പിറ്റലിന് സമീപമുള്ള മുസാഫിർ ഖാന പ്രദേശത്തെ ഒരു പെട്രോൾ പമ്പിൽ വെച്ച് ഷബീർ ഇബ്രാഹിം കസ്റിനെ പഠാൻ ഗ്യാങ് അംഗങ്ങളായ അമീർസാദയും സമദ് ഖാനും ചേർന്ന് വെടിവെച്ച് കൊന്നു. ഡി കമ്പനിയുടെ ബുദ്ധി കേന്ദ്രവും ദാവൂദിന്റെ മൂത്ത സഹോദരനും മുഖ്യ ഉപദേഷ്ടാവുമായിരുന്ന ഷബീറിന്റെ ഈ ആസൂത്രിത കൊലപാതകം മുംബൈ അധോലോകത്തെ പൂർണ്ണമായി ഞെട്ടിച്ചു. ഷബീർ ജീവനോടെ ഉണ്ടായിരുന്നത് ദാവൂദിന് ഒരു നിയമപരമായ കവചം നൽകിയിരുന്നു. എന്നാൽ ആ കവചം തകർക്കപ്പെട്ടു. ഈ മരണം ദാവൂദിനെ മാനസികമായും വൈകാരികമായും തകർത്തു. ഷബീർ ദാവൂദിന് വെറുമൊരു സഹോദരൻ മാത്രമായിരുന്നില്ല, അവൻ്റെ ഗുരുവും തന്ത്രജ്ഞനുമായിരുന്നു. അവൻ്റെ നഷ്ടം ദാവൂദിനെ ഭ്രാന്തമായ പ്രതികാരത്തിലേക്ക് തള്ളിവിട്ടു. അവൻ്റെ കണ്ണിൽ ഇനി ബിസിനസ് ആയിരുന്നില്ല, നിഷ്കരണമായ പ്രതികാരം മാത്രമായിരുന്നു. ദാവൂദ് കൂടുതൽ അക്രമാസക്തനും ഭയമില്ലാത്തവനും ക്രൂരനുമായി മാറി. ശത്രുക്കൾ ഒരു ഭയവുമില്ല എന്നതായിരുന്നു അവൻ്റെ പുതിയ സന്ദേശം. പ്രതികാരം ചെയ്യുന്നതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ ഇനി ഷബീർ ഇല്ല. ഷബീറിന്റെ കൊലപാതകത്തിൽ പങ്കെടുത്ത ഓരോരുത്തരെയും വേട്ടയാടുക എന്നതായിരുന്നു ദാവൂദിന്റെ ദൗത്യം. പഠാൻ ഗ്യാങ്ങിനെതിരെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതക പരമ്പര അവൻ ആരംഭിച്ചു. 1983 ഷബീറിന്റെ കൊലപാതകത്തിൽ പ്രധാന പങ്ക് വഹിച്ച പഠാൻ ഗ്യാങ് നേതാവ് അമീർസാദയെ മുംബൈയിലെ സെഷൻസ് കോടതി വളപ്പിൽ വെച്ച് ദാവൂദിന്റെ ആളുകൾ വെടിവെച്ച് കൊന്നു. ഇത് കേവലം ഒരു കൊലപാതകമായിരുന്നില്ല, മറിച്ച് നിയമവ്യവസ്ഥയെ പരസ്യമായി വെല്ലുവിളിച്ച ഒരു പ്രഖ്യാപനമായിരുന്നു. പിന്നാലെ സമദ് ഖാനും പ്രതികാര കൊലയിൽ വീണു. ഈ പ്രതികാരം ഡി കമ്പനിക്ക് ഭയപ്പെടുത്തുന്ന ഒരു പുതിയ അധികാരമുദ്ര നൽകി. അങ്ങനെ ഷബീറിന്റെ മരണശേഷം ദാവൂദ് തന്റെ സംഘത്തെ ഒരു മാഫിയ ശൈലിയിൽ പുനഃസംഘടിപ്പിച്ചു. ഇത് വെറുമൊരു തെരുവ് സംഘം എന്ന നിലയിൽ നിന്ന് ഒരു സംഘടിത ക്രൈം കോർപ്പറേഷനായുള്ള പരിണാമമായിരുന്നു. വിശ്വസ്തരായ ഷാർപ്പ് ഷൂട്ടർമാരെയും കോൺട്രാക്ട് കില്ലർമാരെയും അവർ റിക്രൂട്ട് ചെയ്തു. കള്ളക്കടത്ത്, ഭീഷണിപ്പെടുത്തൽ, കോൺട്രാക്ട് കൊലപാതകം എന്നിവയ്ക്ക് സംഘടിതമായ നിയമങ്ങൾ കൊണ്ടുവന്നു. ഷബീറിന്റെ കൊലപാതകം ദാവൂദിന് സംഘങ്ങൾക്കിടയിൽ അനുകമ്പയും അചഞ്ചലമായ കൂറും നേടിക്കൊടുത്തു. നിരവധി ചെറിയ സംഘങ്ങൾ പഠാന്മാരെ നേരിടാൻ ദാവൂദിനൊപ്പം ചേർന്നു. അവൻ മുംബൈ തുറമുഖങ്ങൾ, കള്ളക്കടത്ത് വഴികൾ, സ്വർണ വിപണി എന്നിവയുടെ നിയന്ത്രണം കൈപ്പിടിയിലാക്കി. ഡി കമ്പനി മുംബൈയിലെ എല്ലാ അധോലോക പ്രവർത്തനങ്ങളിലും
ആധിപത്യം സ്ഥാപിച്ചു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അറസ്റ്റ് ഒഴിവാക്കുകയും പോലീസ്, തുറമുഖങ്ങൾ, കസ്റ്റംസ് എന്നിവയ്ക്കുള്ളിൽ അവന്റെ സ്വന്തം വിവരദാതാക്കളുടെ ശൃംഖല സ്ഥാപിക്കുകയും ചെയ്തതോടെ ദാവൂദ് ഇബ്രാഹിം മുംബൈയുടെ പുതിയ ഡോണായി മാറി. പോലീസുകാരന്റെ മകനായി പിറന്ന് തെരുവ് ഗുണ്ടയായി വളർന്ന് തൻ്റെ ജ്യേഷ്ഠന്റെ മരണത്തിന് പ്രതികാരം ചെയ്ത് നിയമത്തെയും അധികാരത്തെയും വെല്ലുവിളിച്ച് ദാവൂദ് ഇബ്രാഹിം കസ്കർ മുംബൈ അധോലോകത്തിൻ്റെ 1-ാം നമ്പർ ഡോൺ എന്ന പദവിയിലെത്തി. എന്നാൽ അമീർ സാദയുടെ കൊലപാതകം മുംബൈ പോലീസിനെ ഞെട്ടിച്ചു. ദാവൂദിനെ പിടികൂടാനുള്ള സമ്മർദ്ദം കൂടി. മുംബൈ നഗരം ഭയത്തിൽ മുങ്ങി. പോലീസ് വലവിരിച്ചതോടെ തൻ്റെ അധികാരം നിലനിർത്താനും അന്താരാഷ്ട്ര തലത്തിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാനും ദാവൂദ് നഗരം വിട്ട് സുരക്ഷിതമായ ഒരു താവളം തേടാൻ തീരുമാനിച്ചു. പ്രതികാരം പൂർത്തിയാക്കിയ ദാവൂദ് ഇന്ത്യയിൽ തുടരുന്നത് സുരക്ഷിതമല്ലെന്ന് തിരിച്ചറിഞ്ഞു. അവൻ രഹസ്യമായും ശ്രദ്ധയോടെയും തൻ്റെ ചുവട് ആസൂത്രണം ചെയ്തു. തൻ്റെ കള്ളക്കടത്ത് ശൃംഖലകളും രാഷ്ട്രീയ ബന്ധങ്ങളും ഉപയോഗിച്ച് ആദ്യം ഒരു വ്യാജ പാസ്പോർട്ട് വഴി അവൻ ഷാർജയിലേക്ക് കടന്നു. 1986 ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് സ്ഥിരമായി താമസം മാറ്റി. കടൽ മാർഗമോ അല്ലെങ്കിൽ കോഴിക്കോട്, കറാച്ചി, ദുബായ് വഴിയോ ആണ് ദാവൂദ് ഇന്ത്യ വിട്ടതെന്ന് പരക്കെ പറയപ്പെടുന്ന മാർഗങ്ങൾ. ഇതൊരു കേവലം ഒളിച്ചോട്ടമായിരുന്നില്ല, അതൊരു വലിയ തന്ത്രപരമായ ബിസിനസ് നീക്കമായിരുന്നു. ദുബായ് തിരഞ്ഞെടുക്കാൻ കൃത്യമായ കാരണങ്ങളുണ്ടായിരുന്നു. 1980കളിലെ കള്ളക്കടത്ത് പ്രധാന കേന്ദ്രമായിരുന്നു ദുബായ്. കൂടാതെ ഇന്ത്യയുമായി കൈമാറ്റ ഉടമ്പടിയില്ല എന്നതിനാൽ അറസ്റ്റിൽ നിന്ന് സുരക്ഷിതവുമാണ്. നികുതിയില്ലാത്ത ബിസിനസ് മേഖല ആയതുകൊണ്ട് കള്ളപ്പണം ഒളിപ്പിക്കാനും വെളുപ്പിക്കാനും എളുപ്പമാണ്. ഇത് അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്തിൻ്റെയും ഷിപ്പിങ്ങിൻ്റെയും ഒരു കേന്ദ്രം കൂടിയായിരുന്നു. ഇന്ത്യൻ വ്യവസായികളുടെയും രാഷ്ട്രീയ ബന്ധങ്ങളുടെയും സാന്നിധ്യവും പാകിസ്ഥാനോടും മറ്റ് ഗൾഫ് രാജ്യങ്ങളോടും അടുത്തുള്ള സ്ഥാനവും ദാവൂദിൻ്റെ പുതിയ വിപണിയിലേക്ക് കടക്കാൻ എളുപ്പമുണ്ടാക്കി. ദുബായ് അതിവേഗം ഡി കമ്പനിയുടെ അന്താരാഷ്ട്ര ആസ്ഥാനമായി മാറി. ദാവൂദ് അവിടെയിരുന്ന് ഡി കമ്പനിയെ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റി. ലക്ഷക്കണക്കിന് ഡോളർ അവൻ്റെ ഹവാല ശൃംഖലയിലൂടെ ആഗോളതലത്തിൽ നീക്കപ്പെട്ടു. ബിസിനസ്, സ്വർണ്ണക്കടത്ത്, ഹവാല ഇടപാടുകൾ, റിയൽ എസ്റ്റേറ്റ് എന്നിവയിലേക്ക് വികസിച്ചു. ഡി കമ്പനി ഒരു സംഘടിത മാഫിയ കോർപ്പറേഷനായി വളർന്നു. പാകിസ്ഥാൻ, ഗൾഫ് രാജ്യങ്ങൾ, ശ്രീലങ്ക, നേപ്പാൾ എന്നിവിടങ്ങളിലേക്ക് ബന്ധങ്ങൾ സ്ഥാപിച്ചു. മുംബൈയിലെ ഓപ്പറേഷനുകളിൽ നിയന്ത്രിക്കാൻ ഛോട്ടാ ഷക്കീർ, ടൈഗർ മേമൻ, ശരത് ഷെട്ടി, ഇക്ബാൽ മിച്ചി പോലുള്ള വിശ്വസ്തരായ കമാൻഡർമാരെ ചുമതലപ്പെടുത്തി. ദുബായിലിരുന്ന് ഫോണിലൂടെയും ആധുനിക ആശയവിനിമയ മാർഗങ്ങളിലൂടെയും മുംബൈയിലെ അധോലോകത്തെ പൂർണ്ണമായും നിയന്ത്രിച്ചു. ദുബായിൽ ദാവൂദ് തൻ്റെ രൂപവും ജീവിത രീതിയും മാറ്റി. വലിയ സുരക്ഷയിൽ ആഡംബര വില്ലകളിൽ താമസിച്ചു. അവൻ ഒരു തെരുവ് ഗുണ്ടായ എന്ന പ്രതിച്ഛായ മാറ്റി മാന്യനായ ഒരു ബിസിനസ്സുകാരനെ പോലെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടു. ദുബായ് രാജകുടുംബവുമായും വ്യവസായികളുമായും അടുത്ത ബന്ധം സ്ഥാപിച്ചു. ഹോട്ടലുകൾ, റിയൽ എസ്റ്റേറ്റ്, കാർഗോ കമ്പനികൾ എന്നിവയിൽ നിക്ഷേപം തുടങ്ങി. ഇന്ത്യൻ നിയമ ഏജൻസികൾ ഉണർന്നു. ദാവൂദിനെ ഇന്ത്യയിലെ ഏറ്റവും പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചു. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. CBIയും മുംബൈ പോലീസും സംഘത്തിനെതിരെ ഓപ്പറേഷനുകൾ ശക്തമാക്കി. എന്നിരുന്നാലും ഇവയെല്ലാം മറികടന്ന് ദുബായിലിരുന്ന് അവൻ്റെ അധികാരം വളർന്നു. ദുബായിലെ ആഡംബര വില്ലകളിലിരുന്നു കൊണ്ട് ദാവൂദ് ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷകളിൽ തൻ്റെ അധികാരം സ്ഥാപിച്ചു. അവൻ ഒരു ക്രിമിനൽ മാത്രമായിരുന്നില്ല, ഒരു നിഴൽ ഭരണാധികാരിയായിരുന്നു. മുംബൈയിലെ അധോലോകം അവൻ്റെ വിരൽത്തുമ്പിൽ കറങ്ങി. ഈ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഹവാല മേഖലയിലായിരുന്നു. ബാങ്കിംഗ് സംവിധാനങ്ങളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും മറികടന്ന് പണം കൈമാറ്റം ചെയ്യുന്ന നിയമവിരുദ്ധ മാർഗം ദാവൂദ് ഈ ശൃംഖലയെ ലോകമെമ്പാടും വിപുലീകരിച്ചു. ഈ ബ്ലാക്ക് മണി ഹൈവേ വഴി മുംബൈയിൽ നിന്ന് ദുബായിലേക്കും തിരിച്ചും ലക്ഷക്കണക്കിന് ഡോളറുകൾ ഒഴുകി. റിയൽ എസ്റ്റേറ്റ്, ചലച്ചിത്ര നിർമ്മാണം, ക്രിക്കറ്റ്, വാതുവയ്പ് തുടങ്ങി എല്ലാ മേഖലകളിലും ഡി കമ്പനി പണം മുടക്കി. അത് അവനെ ഒരു ആഗോള സാമ്പത്തിക ഭീഷണിയുടെ തലവനാക്കി മാറ്റി.
ദുബായ് രാജകുടുംബമായും പാകിസ്ഥാനിലെ ISIയുമായും സ്ഥാപിച്ച ശക്തമായ ബന്ധങ്ങൾ ദാവൂദിന് ഒരു അഭേദ്യമായ കവചം നൽകി. പണം കുന്നുകൂടിയപ്പോൾ ഡി കമ്പനി കള്ളപ്പണം വെളുപ്പിക്കാനും തങ്ങളുടെ അധികാരം പ്രകടിപ്പിക്കാനുമായി മുംബൈയുടെ 2 പ്രധാന മേഖലകളിലേക്ക് തിരിഞ്ഞു: ബോളിവുഡിലേക്കും ക്രിക്കറ്റിലേക്കും. പണം മാത്രമല്ല, ഭീഷണിപ്പെടുത്തുന്ന അധികാരവും ഉപയോഗിച്ചാണ് ദാവൂദ് ബോളിവുഡിലേക്ക് കടന്നത്. ഒരു സിനിമയുടെ വിജയവും പരാജയവും ദുബായിലെ ഡോൺ തീരുമാനിക്കുന്ന അവസ്ഥയായി. ദുബായിലെ ആഡംബര പാർട്ടികളിലേക്ക് ദാവൂദ് ബോളിവുഡ് താരങ്ങളെ സ്ഥിരമായി ക്ഷണിച്ചു. ചില സെലിബ്രിറ്റികളുടെ വിമാന ടിക്കറ്റുകളും താമസ ചെലവുകളിലും അവൻ്റെ ആളുകളാണ് വഹിച്ചിരുന്നത്. ദുബായിലെ ജീവിതം ഒരു സാധാരണ ഡോണിൻ്റേതായിരുന്നില്ല, മറിച്ച് ഒരു രാജാവിൻ്റേതായിരുന്നു. എന്നാൽ ഈ സമയത്താണ് ഇന്ത്യയിൽ കാര്യങ്ങൾ മാറാൻ തുടങ്ങിയത്. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതും അതിനെ തുടർന്ന് മുംബൈയിൽ അരങ്ങേറിയ വർഗീയ കലാപങ്ങളും ദാവൂദിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. മുസ്ലിം സമുദായത്തിനെതിരെ നടന്ന അതിക്രമങ്ങൾ ദാവൂദിൽ ശക്തമായ പ്രതികാരം ചിന്ത വളർത്തി. ഇത് ഡി കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായത്തിന് തുടക്കം കുറിച്ചു. ഈ പ്രതികാരദാഹം നടപ്പിലാക്കാൻ ദാവൂദ് തൻ്റെ ഏറ്റവും ക്രൂരനും വിശ്വസ്തനുമായ അനുയായിയെ വിളിച്ചു: ടൈഗർ മേമൻ. ദുബായിൽ നിന്നുള്ള നിർദ്ദേശത്തിനനുസരിച്ച് ടൈഗർ മേമൻ മുംബൈയിൽ പ്രതികാര പദ്ധതി ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. ഡി കമ്പനി ഇനി വെറുമൊരു കള്ളക്കടത്ത് സംഘമല്ല. അവർ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ശേഖരിക്കുന്നു. മുംബൈയുടെ ഹൃദയത്തിൽ പതിയിരിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ നിഴൽ വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് ഈ സംഭവത്തെ തുടർന്ന് മുംബൈയിലെ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപങ്ങൾ ദാവൂദിൻ്റെ മനസ്സിലെ വ്യക്തിപരമായി പ്രതികാര ചിന്തയ്ക്ക് പുതിയ നിറം നൽകി. ഇതോടെ ദാവൂദിൻ്റെ ക്രിമിനൽ ലോകം മാറിമറിഞ്ഞു. ദാവൂദിന് ഇനി വേണ്ടത് വെറും പണമോ അധോലോക നിയന്ത്രണമോ ആയിരുന്നില്ല. തൻ്റെ സമുദായത്തിന് നേരെയുണ്ടായ അതിക്രമങ്ങൾക്ക് രാജ്യത്തോട് പ്രതികാരം ചെയ്യണമെന്ന ചിന്ത അവൻ്റെ ഉള്ളിലെ ആഴത്തിൽ വേരൂന്നി. തിരിച്ചു പ്രതികാരം ചെയ്യുക എന്നതായിരുന്നു അവൻ്റെ പുതിയ അജണ്ട. അവൻ ഒരു സാധാരണ മാഫിയ ഡോണിൽ നിന്ന് തീവ്രവാദ ബന്ധമുള്ള ഒരു രാജ്യദ്രോഹിയായി പരിണമിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് പാകിസ്ഥാൻ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ISI ദാവൂദ് ഇബ്രാഹിമിനെ തങ്ങളുടെ ആയുധമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ദാവൂദിൻ്റെ ഇന്ത്യയിലെ സാമ്പത്തിക വിവരദാതാക്കളുടെ ശൃംഖല ISIക്ക് വിലപ്പെട്ടതായിരുന്നു. പ്രതികാരദാഹിയായ ദാവൂദിന് ISI ആയുധങ്ങളും പരിശീലനവും വാഗ്ദാനം ചെയ്തു. ദാവൂദ് ഡി കമ്പനിയെ ഒരു ഭീകര സംഘടനയുടെ സ്ലീപ്പർ സെല്ലിന് സമാനമായി പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. ഇതോടെ കള്ളക്കടത്ത് ശൃംഖലകളിലൂടെ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഇന്ത്യയിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രതികാരത്തിനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തം ദാവൂദ് തൻ്റെ ഏറ്റവും വിശ്വസ്തനും ക്രൂരനുമായ കമാൻഡർ ടൈഗർ മേമനെ ഏൽപ്പിച്ചു. ഛോട്ടാ ഷക്കീലിനെയും മറ്റ് കമാൻഡർമാരെയും സഹായത്തിനായി നിയോഗിച്ചു. മുംബൈയുടെ സാമ്പത്തിക രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രങ്ങളിലെ ലക്ഷ്യം വെച്ചുള്ള ഏറ്റവും വലിയ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്യപ്പെട്ടു. ഈ പദ്ധതി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ദിനങ്ങളിലൊന്നായി മാറും. ദുബായിൽ ദാവൂദിൻ്റെ ആഡംബര വില്ലയിൽ വെച്ചായിരുന്നു ഈ ഭീകരാക്രമണത്തിൻ്റെ അന്തിമ ആസൂത്രണം നടന്നത്. ഡി കമ്പനിയുടെ സാമ്പത്തിക ബുദ്ധി കേന്ദ്രമായിരുന്ന ടൈഗർ മേമനായിരുന്നു ദൗത്യത്തിൻ്റെ മുഖ്യശില്പി. വർഗീയ കലാപങ്ങളിൽ ടൈഗർ മേമനും കടുത്ത വ്യക്തിപരമായ നഷ്ടങ്ങളുണ്ടായിരുന്നു. ഇത് പ്രതികാരത്തിനുള്ള തീവ്രത വർദ്ധിപ്പിച്ചു. ദാവൂദിൻ്റെ നിർദ്ദേശപ്രകാരം ടൈഗർ മേമൻ ISI ഉദ്യോഗസ്ഥരുമായി കറാച്ചിയിൽ രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തി. ആക്രമണത്തിനായുള്ള ഡി കമ്പനിയുടെ 15ഓളം പ്രധാന അനുയായികളെ ടൈഗർ മേമൻ തിരഞ്ഞെടുത്തു. ഇവരെ പാകിസ്ഥാനിലെ ISIയുടെ പരിശീലന കേന്ദ്രങ്ങളിലേക്ക് അയച്ചു. ഇവിടെ അവർക്ക് AK-56 റൈഫിളുകൾ ഉപയോഗിക്കാനും ഗ്രനേഡുകൾ ഉപയോഗിക്കാനും ഏറ്റവും പ്രധാനമായി RDX റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പ്ലോസീവ് എന്ന ശക്തമായ സ്ഫോടക വസ്തു ഉപയോഗിച്ച് ബോംബുകൾ നിർമ്മിക്കാനും പരിശീലനം ലഭിച്ചു. ബോംബ് വെക്കാനുള്ള 13 നിർണായക ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുത്തു. മുംബൈയുടെ സാമ്പത്തിക ശക്തിയെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും അതുപോലെ
വർഗീയ കലാപങ്ങളുടെ സമയത്ത് മുസ്ലിങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടന്നതായി ഡി കമ്പനി വിശ്വസിച്ചിരുന്ന പ്രദേശങ്ങളെയും ലക്ഷ്യമിട്ടു. 1. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE സാമ്പത്തികാഘാതം. 2. എയർ ഇന്ത്യ ബിൽഡിംഗ്. 3. ശിവസേന ഭവൻ. ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. ഈ വിനാശകരമായ ദൗത്യത്തിൻ്റെ പ്രധാന ഘടകം RDX മുംബൈയിലേക്ക് എത്തിക്കുന്നതായിരുന്നു. ഡി കമ്പനിയുടെ പതിവ് കള്ളക്കടത്ത് മാർഗങ്ങളായിരുന്നു ഇതിനായി ഉപയോഗിച്ചത്. 1993 ഫെബ്രുവരി 3 രാത്രിയിൽ വലിയ അളവിലുള്ള RDX ഡെറ്റനേറ്ററുകൾ, ടൈമറുകൾ, AK-56 റൈഫിളുകൾ, ഹാൻഡ് ഗ്രനേഡുകൾ എന്നിവ ഗുജറാത്തിലെ കച്ച് തീരം വഴി മുംബൈയിലേക്ക് കൊണ്ടുവന്നു. ഈ ആയുധങ്ങൾ മുംബൈയിലെ റായ്ഗഡിലുള്ള ഷെയ്ഖ് കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കടൽ തീരത്തിറക്കി. അവിടെ നിന്ന് ടൈഗർ മെമൻ്റെ ആളുകളും അവൻ്റെ സഹോദരൻ യാക്കോബ് മെമൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്ന് അത് രഹസ്യമായി മുംബൈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ടൈഗർ മെമൻ്റെ ബൈക്കുളയിലുള്ള ഫ്ലാറ്റിലേക്കും മറ്റ് സുരക്ഷിത താവളങ്ങളിലേക്കും എത്തിച്ചു. ഈ വിനാശകരമായ ആയുധങ്ങൾ മുംബൈയുടെ ഹൃദയത്തിൽ ഏറ്റവും ഭീകരമായ ദിനം ഒരുക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. സമയം 1993 മാർച്ച് 12 ഉച്ചയ്ക്ക് 1:30 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ സംഘടിത ഭീകരാക്രമണത്തിന് മുംബൈ സാക്ഷ്യം വഹിച്ചു. ബാബരി മസ്ജിദ് സംഭവത്തെ തുടർന്നുള്ള വർഗീയ കലാപങ്ങൾക്കുള്ള പ്രതികാരമായിട്ടാണ് ദാവൂദും ISIയും ഈ ആക്രമണം നടപ്പിലാക്കിയത്. മുംബൈയുടെ സാമ്പത്തിക ശക്തിയെ തകർക്കുക എന്നതായിരുന്നു. ദുബായിലിരുന്ന് ദാവൂദ് ആക്രമണം നിരീക്ഷിച്ചു. ടൈഗർ മാമിൻ്റെ നിർദ്ദേശപ്രകാരം RDX നിറച്ച 12 കാർ, സ്കൂട്ടർ, ബോംബുകൾ, ഏകോപിപ്പിച്ച ടൈമിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് 2 മണിക്കൂർ 10 മിനിറ്റിനുള്ളിൽ പൊട്ടിത്തെറിച്ചു. ഈ ക്രൂരമായ ആക്രമണങ്ങളിൽ 257 പേർ കൊല്ലപ്പെടുകയും 713 പരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നഗരം പൂർണ്ണമായി സ്തംഭിച്ചു. ഭീകരതയുടെ അരക്ഷിതാവസ്ഥയുടെയും നിഴലിലായി. മുംബൈ പോലീസ്, CBI, തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് എന്നിവ സംയുക്തമായി നടത്തിയ വലിയ അന്വേഷണത്തിൽ ഡി കമ്പനിയുടെ പങ്ക്, ഹവാല ശൃംഖല, ISI ബന്ധം എന്നിവ പുറത്തുവന്നു. വർഷങ്ങളോളം നീണ്ട നിയമ നടപടികൾക്കും വിചാരണകൾക്കും ശേഷം നിരവധി പേർക്ക് ശിക്ഷ ലഭിച്ചു. ഇത് ഒരു മാഫിയ കേസിൽ നിന്ന് ദേശീയ ഭീകരതാ കേസായി മാറി. ഈ ആക്രമണത്തോടെ ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോക ഡോൺ എന്ന പദവിയിൽ നിന്ന് ലോകം അവനെ എന്നേക്കുമായി മാറ്റി. ഇന്ത്യയുടെ നിയമ ഏജൻസികൾ അവനെ ആഗോള ഭീകരവാദിയും ദേശീയ സുരക്ഷാ ഭീഷണിയുമായി പ്രഖ്യാപിച്ചു. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് ശക്തമാക്കി. കള്ളക്കടത്തുകാരൻ്റെ പ്രതികാരം ഒരു രാജ്യത്തിനെതിരായ യുദ്ധമായി പരിണമിച്ചു. 1993 സ്ഫോടനങ്ങൾക്ക് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ദാവൂദിനെതിരെ സമ്മർദ്ദം ശക്തമായതോടെ ദുബായിലെ ആഡംബര ജീവിതം അവൻ ഉപേക്ഷിക്കേണ്ടി വന്നു. അവൻ്റെ പുതിയ രക്ഷകനായി പാകിസ്ഥാന്റെ ISI രംഗപ്രവേശനം ചെയ്തു. ISI ദാവൂദിനെ ദുബായിൽ നിന്ന് രഹസ്യമായി കറാച്ചിയിലേക്ക് കടത്തി. അവിടെ ഒളിത്താവളം ഒരുക്കി. കറാച്ചി ദാവൂദിന്റെ പുതിയതും ശാശ്വതവുമായ ആസ്ഥാനമായി മാറി. ISI ദാവൂദിനെ ഒരു ക്രിമിനലായിട്ടല്ല, മറിച്ച് ഇന്ത്യക്കെതിരായ തങ്ങളുടെ പ്രോക്സി യുദ്ധത്തിനുള്ള ഒരു വിലയേറിയ ആയുധമായിട്ടാണ് കണ്ടത്. ദാവൂദിന് സംസ്ഥാന സംരക്ഷണം, സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ ലഭിച്ചു. കറാച്ചിയിലെ ഏറ്റവും സുരക്ഷിതമായ പ്രദേശങ്ങളായ ക്ലിക്ടർ, കറാച്ചി ഡിഫൻസ് ഹൗസിംഗ് അതോറിറ്റി DHA എന്നിവിടങ്ങളിലെ ആഡംബര വസതികളിൽ ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനങ്ങളോട് കൂടിയ കനത്ത സുരക്ഷാ വലയം അവന് ISI ഒരുക്കി. ദാവൂദ് പാകിസ്ഥാനിൽ ഒളിച്ചു താമസിക്കുന്നു എന്ന് ഇന്ത്യ തുടർച്ചയായി അന്താരാഷ്ട്ര വേദികളിൽ ആരോപിച്ചു. എന്നാൽ പാകിസ്ഥാൻ ഓരോ തവണയും അവൻ്റെ സാന്നിധ്യം ഔദ്യോഗികമായി നിഷേധിച്ചു. അവൻ്റെ ഒളിത്താവളത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു. ഈ നുണ
നിലനിൽക്കെ തന്നെ വിവിധ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ, പ്രത്യേകിച്ച് US രഹസ്യാന്വേഷണ ദാവൂദിന് ലഭിക്കുന്ന പാക് സൈനികരുടെയും ISIയുടെയും നേരിട്ടുള്ള സംരക്ഷണം സ്ഥിരീകരിച്ചു. ദാവൂദ് പാക് മിലിറ്ററിയായും ISIയുമായും അടുത്ത ബന്ധം പുലർത്തി. ഇന്ത്യക്കെതിരായ തന്ത്രപരമായ ഓപ്പറേഷനുകൾക്കും ഭീകരപ്രവർത്തനങ്ങൾക്കും ഡി കമ്പനി ശൃംഖലയെ അവർ ഉപയോഗിച്ചു. കറാച്ചിയിലെത്തിയതോടെ ദാവൂദ് ഒരു നിഴൽ മനുഷ്യനായി മാറി. അവൻ പുതിയ പാകിസ്ഥാൻ പാസ്പോർട്ടുകളും നിരവധി വ്യാജ പേരുകളും സ്വീകരിച്ചു. ഷെയ്ഖ് ദാവൂദ് ഇബ്രാഹിം പോലുള്ള പേരുകളിലാണ് അവൻ അറിയപ്പെട്ടത്. ഇന്ത്യൻ ഏജൻസികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് 2003 അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അവനെ ഗ്ലോബൽ ടെററിസ്റ്റായി പ്രഖ്യാപിച്ചു. 2013 ഐക്യരാഷ്ട്രസഭ UN അവനെ ആഗോള ഭീകരവാദിയായി പ്രഖ്യാപിച്ചു. അതോടെ ദാവൂദ് ഇബ്രാഹിം എന്ന പേര് ആഗോള സുരക്ഷാ ഭീഷണിയുടെ പര്യായമായി മാറി. ISIയുടെ സംരക്ഷണത്തിൽ ഡി കമ്പനി മയക്കുമരുന്ന് ഭീകരവാദ ശൃംഖലയുടെ ഭാഗമായി മാഫിയ സിൻഡിക്കേറ്റ് ഒരു ദേശീയ സുരക്ഷാ ഉപകരണമായി പരിണമിച്ചു. പാകിസ്ഥാന്റെ ഏറ്റവും വിലപിടിപ്പുള്ള രഹസ്യമായി ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിൽ തുടർന്നു. കറാച്ചിയിലെ ISI സംരക്ഷണത്തിലുള്ള ഒളിത്താവളത്തിലിരുന്ന് ദാവൂദ് ഇബ്രാഹിം ഡി കമ്പനിയെ ഒരു സാധാരണ തെരുവ് സംഘത്തിൽ നിന്ന് പാകിസ്ഥാൻ, UAE, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു ആഗോള ക്രൈം സിൻഡിക്കേറ്റായി പരിവർത്തനം ചെയ്തു. ഈ സാമ്രാജ്യം നിലനിൽക്കുന്നത് മുന്നണി ബിസിനസ്സുകളുടെ മറവിലാണ്. ഡി കമ്പനിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ 3 തൂണുകളിലാണ് അധിഷ്ഠിതമായിരുന്നത്: മയക്കുമരുന്ന് വ്യാപാരം, കള്ളനോട്ട്, ആയുധക്കടത്ത്. ദാവൂദ് ലോകമെമ്പാടുമുള്ള ഹവാല ശൃംഖലയെ നിയന്ത്രിക്കുന്നു. ഇത് നിയമവിരുദ്ധമായ പണം കൈമാറ്റം ചെയ്യാനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകാനും ഉപയോഗിക്കുന്നു. ദുബായ്, മലേഷ്യ, UK എന്നിവിടങ്ങളിൽ വ്യാജ കമ്പനികൾ സ്ഥാപിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നു. ഈ പണം റിയൽ എസ്റ്റേറ്റ്, ഹോട്ടലുകൾ, നിർമ്മാണ മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് ബിനാമി ഉടമസ്ഥാവകാശത്തിലൂടെ നിക്ഷേപിക്കപ്പെടുന്നു. പരമ്പരാഗത ക്രൈമുകൾക്കപ്പുറം ഡി കമ്പനി ഇപ്പോൾ സൈബർ ക്രൈം, ക്രിപ്റ്റോ കറൻസി വഴിയുള്ള പണം വെളുപ്പിക്കൽ, ഓൺലൈൻ ഭീഷണിപ്പെടുത്തലുകൾ എന്നിവയിലേക്ക് ചുവടുമാറ്റി. രഹസ്യമായ ആശയവിനിമയങ്ങൾക്കും പണം നീക്കങ്ങൾക്കുമായി ഡാർക്ക് വെബും അവൻ ഉപയോഗിക്കുന്നു. US, UAE, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ ഡി കമ്പനിയുടെ നിരവധി ആസ്തികൾ മരവിപ്പിക്കുകയും ഉന്നത അംഗങ്ങളെ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ദാവൂദും അവൻ്റെ പ്രധാന അനുയായികളും വ്യാജ പാസ്പോർട്ടുകളുടെയും ISIയുടെയും സംരക്ഷണത്തിലൂടെ തണലിൽ പാകിസ്ഥാനിൽ സുരക്ഷിതരായി തുടരുന്നു. ഇന്നുവരെ ആർക്കും ദാവൂദിൻ്റെ കൃത്യമായ ഒളിത്താവളം അറിയില്ല. കറാച്ചി, ഇസ്ലാമാബാദ്, അതോ അഫ്ഗാനിസ്ഥാനിലെ ഏതെങ്കിലും നിഗൂഢമായ താഴ്വരകളോ? പല അഭ്യൂഹങ്ങളും ഒഴുകി നടക്കുന്നുണ്ട്. അയാൾ മാരകമായ രോഗത്തിന് അടിമയാണെന്ന് ചിലർ പറയുന്നു. ചിലർ വാദിക്കുന്നത് പ്ലാസ്റ്റിക് സർജറിയിലൂടെ രൂപമാറ്റം വരുത്തി പുതിയ വ്യക്തിയായി അയാൾ ജീവിക്കുന്നു എന്നാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അയാൾ നിശബ്ദമായി മരിച്ചെന്നും പാക് ചാര സംഘടന ISI ആ സത്യം തന്ത്രപരമായി ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നുവെന്നും വിശ്വസിക്കുന്നവരുമുണ്ട്. ഇന്ത്യ ഇപ്പോഴും ഈ വേട്ട തുടരുന്നു. ഇന്റർപോൾ നോട്ടീസുകൾ സജീവമാണ്. തലയ്ക്ക് വിലയിട്ടുകൊണ്ടുള്ള പാരിതോഷികങ്ങൾ ഇപ്പോഴും പ്രഖ്യാപിക്കപ്പെടുന്നു. ഓരോ കുറച്ച് മാസങ്ങൾ കൂടുമ്പോഴും ഇന്ത്യൻ ഏജൻസികൾ ചില നിഗൂഢമായ കോളുകൾ പിടിച്ചെടുക്കുന്നുണ്ട്. ദാവൂദിന്റെ ശബ്ദമാണെന്ന് തോന്നിക്കുന്ന ചില സംസാരങ്ങൾ ദുബായ്, പാകിസ്ഥാൻ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഡി കമ്പനിയുടെ നിഴൽ നീക്കങ്ങൾ ഇപ്പോഴും സജീവമായി തുടരുന്നു. മുഖം കാണിക്കാതെ അയാൾ ഇപ്പോഴും എല്ലാം നിയന്ത്രിക്കുന്നു. ഒരു പ്രേതം തൻ്റെ സാമ്രാജ്യം ഭരിക്കുന്നത് പോലെ. പക്ഷേ ലോകം കരുതുന്നു അയാൾ ഭയന്ന് ഒളിച്ചിരിക്കുകയാണെന്ന്. എന്നാൽ ഈ നിശബ്ദത ഭയമല്ലെങ്കിലോ? ഇതൊരു വലിയ തയ്യാറെടുപ്പാണ്. അടുത്ത നീക്കത്തിനായുള്ള മുന്നൊരുക്കമാണെങ്കിലോ? ലോകരാജ്യങ്ങൾക്കറിയാം അയാൾ നിലവിലുണ്ട്. ഏജൻസികൾക്ക് അയാൾ എവിടെയാണെന്നും അറിയാം. എന്നിട്ടും ആരും അയാളെ സ്പർശിക്കുന്നില്ല. എന്തുകൊണ്ട്? ആ ഉത്തരമാണ് നമ്മുടെ അടുത്ത അധ്യായം തേടുന്നത്. ഈ നിഗൂഢതയുടെ ചുരുളഴിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും
എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്.